ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സിലബസിനകത്ത് മില്ലിങ്, പ്രോസസ്സിംഗ്, കമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് cereals, പൾസസ്, മില്ലറ്റ്സ് ആൻഡ് ഓയിൽ സീഡ്സ് കാണും. അതിനകത്തുള്ള പൾസസ് ആണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ പൾസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റിൻ്റെ സീഡ്സ് ആണ് അല്ലേ? എഡിബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സീഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പൾസസ് എന്ന് പറയുക. എല്ലാ പ്ലാന്റിൻ്റെ സീഡ്സിനെ പറയില്ല. ലെഗ്യൂം ഫാമിലിയിലുള്ള പ്ലാന്റ്സിൻ്റെ സീഡ്സിനെയാണ് നമ്മൾ പൾസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെഗ്യൂം ഫാമിലിനെ നമ്മൾ എങ്ങനെയാണ് പറയുക? ലെഗുമിനോസേ എന്ന് പറയും. ലെഗുമിനോസേ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? ഫാബേസിയേ. ഓക്കെ, സോ ഫാബേസിയ ഫാമിലിയിൽ അല്ലെങ്കിൽ ലെഗുമിനസ് ഫാമിലിയിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം ലെഗ്യൂം ഫാമിലിയിലുള്ള എഡിബിൾ ആയിട്ടുള്ള സീഡ്സിനെയാണ് നമ്മൾ ലെഗ്യുമിനസ് സീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലെഗ്യുമിനസ് സീഡ്സിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു 20-30% അതിനകത്ത് പ്രോട്ടീനാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെന്തറിയപ്പെടുന്നുണ്ട്? പുവർ മാൻസ് മീറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, മീറ്റിനേക്കാളും അതിനകത്ത് എന്ത് വരുന്നുണ്ട്? പ്രോട്ടീൻ കണ്ടൻറ്റ് വരുന്നുണ്ട്. മീറ്റിനകത്ത് നമ്മൾ പഠിച്ചിരുന്നു 18% ഒക്കെയാണ് വരുന്നുള്ളത്. അപ്പോൾ ഒരു 20-30% വരുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ പുവർ മാൻസ് മീറ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസ് റിസർച്ച് ഉണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസ് റിസർച്ച് വരുന്നത് ഉത്തർപ്രദേശ്, കാൺപൂർ ആണ് കേട്ടോ. കാൺപൂർ ഉത്തർപ്രദേശാണ് ഇത് വരുന്നുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസ് റിസർച്ച് വരുന്നുള്ളത്. പിന്നെ ഡ്രൈ ലെഗ്യൂം സീഡ്സ്, നമ്മൾ എന്താണ് ലെഗ്യൂം സീഡ്സിനെ എടുത്തിട്ട് നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ലെഗ്യൂം സീഡ്സിൽ വിത്ത് ഹസ്ക്, അതായത് തോടോടുകൂടി ഉണ്ടെങ്കിൽ, വിത്ത് ഹസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഗ്രാം എന്ന് പറയും. ഓക്കെ, ഗ്രാം എന്ന് പറയും. സോ ഇന്ത്യനകത്ത് നമ്മൾ ഡ്രൈ ലെഗ്യൂം സീഡ്സ് വിത്ത് ഹസ്കോട് കൂടിയിട്ടുള്ളതെങ്കിൽ നമ്മളതിനെ ഗ്രാം എന്ന് പറയും. ഓക്കെ, ചില പാർട്സിൽ അതിനെ ലെഗ്യൂംസ് എന്നും അറിയപ്പെടും. ഓക്കെ, ലെഗ്യൂംസും എന്ന് അറിയപ്പെടും. കോമൺ ആയിട്ട് ഇന്ത്യനകത്ത് കാണപ്പെടുന്നതാണ് ബംഗാൾ ഗ്രാം, അതായത് ഈ തോടോട് കൂടിയുള്ളത്, അതുകൊണ്ടാണ് ബംഗാൾ ഗ്രാം എന്നറിയപ്പെടുന്നത്. ചിക്ക് പീ, നമ്മുടെ പയർ, പിന്നെ പീജിയൺ പീ, കൗപ്പീ, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, മസൂർ ദാൽ, ഇതൊക്കെയാണ് ഇന്ത്യയിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നുള്ള ലെഗുമിനസ് പ്ലാന്റ്സ് അല്ലെങ്കിൽ എന്താണ് പൾസസ്. ഏതൊക്കെയാണ്? ബംഗാൾ ഗ്രാം അല്ലെങ്കിൽ ചിക്ക് പീ, പീജിയൺ പീ, കൗപ്പീ, ബ്ലാക്ക് ഗ്രാം, ഗ്രീൻ ഗ്രാം, ലെൻറ്റിൽസ്, മസൂർ ദാൽ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇന്ത്യയിനകത്ത് കാണപ്പെടുന്നുള്ള ദാൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്ട്രക്ചറും കോമ്പോസിഷനും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സീഡാണ് അല്ലേ നമ്മൾ പറഞ്ഞാൽ. ആ സീഡിനകത്ത് ഒരു 7-12% ഒക്കെ എന്ത് വരും? സീഡ് കോട്ട് വരും. 7-12% ഒക്കെ സീഡ് കോട്ട് വരും. പിന്നെ 85% എന്താണ്? കോട്ടിലിഡൻസ് ആണ് വരിക. പിന്നെ ഒരു 1-4% അതിനകത്ത് എന്തുണ്ടാവും? എംബ്രിയോ ഉണ്ടാവും. ഓക്കെ, സീഡ്സ് ആണ് സാധനം, അതുകൊണ്ട് തന്നെ 85% കോട്ടിലിഡൻ ആണ്. ഒരു 1-5% ഒക്കെ എംബ്രിയോ വരും. പിന്നെ ഒരു 7-12% എന്ത് വരും? സീഡ് കോട്ട് വരും. ഇതാണ് സ്ട്രക്ചറായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ സ്ട്രക്ചറും. സീഡ് കോട്ട് ഉണ്ട്, കോട്ടിലിഡൻ ഉണ്ട്, എംബ്രിയോ ഉണ്ട്. പിന്നെ എന്താണ് സീഡ് കോട്ടിനെ, അതായത് നമ്മുടെ സീഡ് കോട്ടിനെ നമ്മൾ എന്തുകൂടെ അറിയപ്പെടുന്നത്? ടെസ്റ്റ എന്നുകൂടി അറിയപ്പെടും. ടെസ്റ്റ എന്ന് പറഞ്ഞാലും സീഡ് കോട്ട് തന്നെയാണ് കേട്ടോ. ടെസ്റ്റ എന്ന് പറഞ്ഞാലും സീഡ് കോട്ട് തന്നെയാണ്. പിന്നെ ഒരു ഹൈലം, മൈക്രോപൈൽ പോലുള്ള റീജിയൻസ് ഒക്കെ ഇതിനകത്തുണ്ട്, സീഡ്സിനകത്തുണ്ട്. അപ്പോൾ മെയിനായിട്ട് 7-12% സീഡ്സ് ആണ്, 85% കോട്ടിലിഡൻ ആണ്, പിന്നെ 1-4% എംബ്രിയോ ആണ്. പിന്നെ അടുത്തത് ഇനി പറയാനുള്ളത് ഇതിൻ്റെ കോമ്പോസിഷൻ. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 55-60% കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ പ്രോട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എത്രയാണ്? 30% വരെ എന്ത് വരുന്നുണ്ട്? പ്രോട്ടീൻ വരുന്നുണ്ട്. 20-30% കേട്ടോ, 20-30% പ്രോട്ടീൻ വരുന്നുണ്ട്. പിന്നെ ഫാറ്റ്സ് കുറച്ച് മാത്രമേ വരുന്നുള്ളൂ, അതായത് ഒരു 1-4%. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കോമ്പോസിഷൻ പറയാനുള്ളത്. പിന്നെ ഇത് കൂടാണ്ട് ഫൈബർ, ഫോലേറ്റ്, കാൽഷ്യം, അയൺ, ലൈസിൻ, വിറ്റാമിൻ സി ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഒരു 50-60%, പ്രോട്ടീൻ ഒരു 20-30% ആണ്, ഫാറ്റ്സ് 1-4% ആണ് ഇതിനകത്ത് വരുന്നുള്ളത്. ഇതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കേസിൽ വരുമ്പോൾ മെയിനായിട്ട് 2 സ്റ്റെപ്പാണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങിലുള്ളത്. ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 2 സ്റ്റെപ്പാണുള്ളത്. ഒന്ന് അതിൻ്റെ സീഡ് കോട്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ഹസ്ക് റിമൂവ് ചെയ്യണം അല്ലേ? ഒന്ന് അതിൻ്റെ സീഡ് കോട്ട് അല്ലെങ്കിൽ ഹസ്ക് റിമൂവ് ചെയ്യണം. രണ്ടാമതെന്ന് പറയുന്നത് ഈ സീഡ് ഗ്രെയിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും അല്ലേ? ഇപ്പോൾ ദാൽ അല്ലെ, പരിപ്പൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ കടലയിൽ നിന്ന് പരിപ്പെടുക്കുന്നില്ലേ? അങ്ങനെ അപ്പോൾ ആദ്യം അതിൻ്റെ സീഡ് കോട്ട് നമ്മൾ റിമൂവ് ചെയ്യും. അതിനുശേഷം ആ കടല സ്പ്ലിറ്റ് ചെയ്തിട്ട് കടലപ്പരിപ്പാക്കി മാറ്റും അല്ലേ? 2 ഗ്രെയിനാക്കി അതിനെ മാറ്റും. എന്നിട്ട് ഇതിനെ നമ്മൾ പൊടിക്കാറുണ്ട്, ചില സമയത്ത് ഇതിനെ ഫ്ലോറാക്കി മാറ്റും. എൻഡ് യൂസിന് വേണ്ടി നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീഡ് കോട്ട് റിമൂവ് ചെയ്യുക. രണ്ടാമത് അതിൻ്റെ പ്രോസസ്സിംഗ് ആണ്. ഒന്നെങ്കിൽ ആ സീഡിനെ നമ്മൾ ഗ്രെയിനാക്കി മാറ്റുക, അല്ലെങ്കിൽ ഫ്ലോറാക്കി മാറ്റുക.
ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേസിൽ പറയാനുള്ളത്. അപ്പോൾ മില്ലിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹസ്കിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ 2 ഹാഫ്സാക്കി മാറ്റൂലേ, അതിൻ്റെ 2 കോട്ടിലിടണാക്കി മാറ്റൂലേ, അതിനെയാണ് പറയുന്നത് മില്ലിംഗ് എന്ന് പറയുന്നത്. എന്താണ് മില്ലിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ ഹസ്കിനെ റിമൂവ് ചെയ്തിട്ട്, മില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹസ്കിനെ റിമൂവ് ചെയ്തിട്ട് നമ്മളതിനെ 2 ഇതാലാക്കി മാറ്റും, ഗ്രെയിൻസ് ആക്കി മാറ്റും എന്ന് പറയില്ലേ, 2 ഹാഫ്സാക്കി മാറ്റൂലേ, അതിനെയാണ് നമ്മൾ മില്ലിംഗ് എന്ന് പറയാം. ഇനി ഡീകോർട്ടിക്കേഷൻ അല്ലെങ്കിൽ ഡീഹസ്കിങ് അപ്പോൾ എന്താ മനസ്സിലാകുന്നത്, അതിൻ്റെ ഹസ്ക് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ഹസ്ക് റിമൂവ് ചെയ്യുന്നതിനാണെങ്കിൽ നമ്മൾ ഡീകോർട്ടിക്കേഷൻ അല്ലെങ്കിൽ ഡീഹസ്കിങ് എന്ന് പറയും. ആ ഹസ്ക് റിമൂവ് ചെയ്തിട്ട് അതിനെ 2 പീസാക്കി മാറ്റൂലേ, റിമൂവിങ് ദ ഹസ്ക് ആൻഡ് സ്പ്ലിറ്റിംഗ് ദ ഗ്രെയിൻസ് ഇൻ ടു 2 ഹാഫ്സ് ആണെങ്കിൽ അത് മില്ലിംഗ് എന്ന് പറയും. ഇനി ഇങ്ങനെ മില്ലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ, അതിനെന്താ ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് പറയും, ഗോട്ട എന്ന് പറയും. എന്താണ് ഗോട്ട എന്ന് പറയും. ഇനി ഇതിന് നമ്മൾ എന്തെങ്കിലും പൗഡറാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ചുനി അല്ലെങ്കിൽ ഡസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ടേംസ് മെയിനായിട്ട് ഓർത്ത് വെക്കാനുള്ളത്. അപ്പോൾ മില്ലിംഗ് എന്ന് വെച്ചാൽ 2 ഹാഫ്സ്, അതിൻ്റെ ഹസ്ക് റിമൂവ് ചെയ്തിട്ട് 2 ഹാഫ്സാക്കി മാറ്റുന്നതിന് നമ്മൾ മില്ലിംഗ് എന്ന് പറഞ്ഞു. പിന്നെ ഡീകോട്ടിക്കേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഹസ്കിനൊക്കെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീകോട്ടിക്കേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്, ഈ മില്ലിംഗ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഗോട്ട എന്ന് പറഞ്ഞു അല്ലേ. ആ ഗോട്ടേനെ എന്തെങ്കിലും പൗഡർ ആക്കിയിട്ടുണ്ടെങ്കിൽ ഡസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ചുനി എന്ന് പറയാം. ഇനി ഈ മില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ പലതരത്തിൽ ചെയ്യാറുണ്ട്. ഒന്ന് ഹോം സ്കെയിൽ മെത്തേഡ്, അല്ലാണ്ട് കൊമേഴ്ഷ്യൽ സ്കെയിൽ മെത്തേഡ്, അങ്ങനെ നമ്മൾ പലതരത്തിൽ ചെയ്യാറുണ്ട്. അപ്പം ഹോം സ്കെയിൽ മെത്തേഡിനെ കുറിച്ച് പറയുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പൾസിനെയും ഓരോ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞു ബംഗാൾ ഗ്രാം ഉണ്ട്, ചിക്പി ഉണ്ട്, ഉറാദ് ദാൽ ഉണ്ട്, മസൂർ ദാൽ ഉണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്ത് വരുന്നുണ്ട്, പൾസസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഓരോ പോലെയാണ്. അപ്പോൾ പൾസസിൻ്റെ എന്താ നമ്മൾ പറഞ്ഞ ഹോം സ്കെയിൽ മെത്തേഡാണ് അല്ലേ, ഹോം സ്കെയിൽ മെത്തേഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ റീജിയൻ ടു റീജിയൻ വ്യത്യാസമാണ്. ഓരോ പൾസിൽ നിന്ന് മറ്റൊരു പൾസിലേക്ക് പോകുമ്പോഴും ഇത് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഹോം സ്കെയിൽ ആയതുകൊണ്ട് തന്നെ ഓർക്കുക, മോട്ടർ ആൻഡ് പെസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് അത് അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ ഡീഹസ്കിങ് ഒക്കെ ചെയ്യുന്നുള്ളത്. മോട്ടർ ആൻഡ് പെസിൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ, മോട്ടർ ആൻഡ് പെസിൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നുള്ളത്, അതിൻ്റെ ഡീഹസ്കിങ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഡീഹസ്കിങ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യണം, ആ ഹസ്കിനൊന്ന് ജസ്റ്റ് ലൂസ് ചെയ്യണം. ഓക്കെ, ലൂസ് ചെയ്യണം. ഈ ലൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വെറ്റ് മെത്തേഡ് യൂസ് ചെയ്യും അല്ലെങ്കിൽ ഡ്രൈ മെത്തേഡ് യൂസ് ചെയ്യും. ഈ വെറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളത് വാട്ടറിനകത്ത് സോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, വാട്ടറിനകത്ത് നമ്മൾ ജസ്റ്റ് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നതാണ് വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡ്രൈ എന്ന് പറയുന്നത് നമ്മൾ സൂര്യപ്രകാശത്തിൽ സൺ ഡ്രൈയിങ് വെച്ചിട്ട്, ഇപ്പോൾ കടലേൻ്റെ ഒക്കെ നമ്മൾ സൺ ഡ്രൈയിങ് ചെയ്താൽ നമുക്ക് അതിൻ്റെ തോട് കളയാൻ പറ്റും, അല്ലെങ്കിൽ മെത്തേഡ് വെച്ചിട്ട് നമുക്കതിൻ്റെ തോട് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെയാണ് വെറ്റ് മെത്തേഡ്, ഡ്രൈ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോം സ്കെയിലിൻ്റെ കേസിലായാലും ഡീഹസ്കിങ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ ഹസ്കിനെ ഒന്ന് നമ്മൾ ലൂസാക്കി എടുക്കണം. ആ ലൂസാക്കി എടുക്കുന്ന ഒന്നെങ്കിൽ നമ്മൾ വെറ്റ് മെത്തേഡിൽ ചെയ്യും അല്ലെങ്കിൽ ഡ്രൈ മെത്തേഡിൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് ഒന്ന് വെയിലത്ത് വെക്കും. ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സൺ ഡ്രൈയിൽ വെക്കും. അങ്ങനെ ചെയ്തിട്ട് നമ്മൾ മോട്ടർ ആൻഡ് പെസിൽ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഹസ്കിങ് റിമൂവ് ചെയ്യും. എന്നിട്ട് ആ ഹസ്ക് ഉണ്ടല്ലോ അതിനകത്ത്, അതായത് അതിൻ്റെ എന്താണ് പാർട്ടിക്കിൾസ് നമ്മളെ ഗ്രെയിൻസ് പൾസസിനകത്ത് അടങ്ങിയിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ വിന്നോവിങ് വെച്ചിട്ട്, വിന്നോവിങ് എന്ന് പറയുന്ന പ്രോസസ്സ് അറിയാലോ, വിന്നോയിങ് പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനൊന്ന് പാറ്റിക്കളയും. അപ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിൾസൊക്കെ പോയിട്ട് നമുക്ക് നമ്മുടെ മാത്രമായിട്ട് കിട്ടും. ഇതാണ് ഏത് ഹോം സ്കെയിലിൽ. മോട്ടർ ആൻഡ് പെസിലാണ് യൂസ് ചെയ്യുന്നത് ഹോം സ്കെയിലിൽ. ലൂസാക്കാൻ വേണ്ടി നമ്മൾ വെറ്റ് മെത്തേഡോ ഡ്രൈ മെത്തേഡോ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, വെറ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാട്ടറോ ഓയിലോ അപ്ലൈ ചെയ്തിട്ടും ചെയ്യാം കേട്ടോ. ഈ പൾസസിൻ്റെ കൂടെ നമ്മൾ വാട്ടറോ ഓയിലോ വെച്ചിട്ടും ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ പൾസസിനെ എടുക്കുന്നു, എന്നിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യുന്നു, എന്നിട്ട് സൺ ഡ്രൈ ചെയ്യുന്നു. സൺ ഡ്രൈ ചെയ്തിട്ട് മോട്ടർ ആൻഡ് പെസിൽ യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ പൊടിപടലങ്ങൾ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ വിന്നോയിങ് ചെയ്യും. അതാണ് ഇത്. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ആദ്യം തന്നെ അതിന് ക്ലീനിങ്ങും ഗ്രേഡിങ്ങും വരുന്നുണ്ട്. ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യുന്നു, എന്നിട്ട് നല്ല സൈസുള്ളതിനൊക്കെ ഗ്രേഡിങ് നടക്കുന്നുണ്ട്. നല്ല സൈസുള്ളതിനൊക്കെ നോക്കിയിട്ട് നല്ല ഗുഡ് ക്വാളിറ്റീനെയും അതുപോലെ തന്നെ പിന്നെയുള്ള ക്വാളിറ്റീനെയും അങ്ങനെ ഗ്രേഡിങ് അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലീനിങ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ക്ലീനേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ഒന്ന് റെസിപ്രോക്കേറ്റിംഗ് എയർ സ്ക്രീൻ ക്ലീനേഴ്സ് അല്ലെങ്കിൽ റീൽ സ്ക്രീൻ ക്ലീനേഴ്സ്. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് എയർ സ്ക്രീൻ ക്ലീനേഴ്സും അതുപോലെ തന്നെ റീൽ സ്ക്രീൻ ക്ലീനേഴ്സും ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലീനേഴ്സ്. പിന്നെ അതിനെ ഗ്രേഡും ചെയ്യും. അങ്ങനെ അത് ചെയ്തതിന് ശേഷം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈ ചെയ്യും. ഓക്കെ,
ഡ്രൈയിങ് ചെയ്യും. ഡ്രൈയിങ് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് നമ്മൾ കുറച്ച് കുറക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫ് അവിടെ കൂട്ടാൻ സാധിക്കും. ഇത് മെയിനായിട്ട് സൺ ഡ്രൈയിങ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മെക്കാനിക്കലി നമ്മൾ ഡ്രൈ ചെയ്യാറുണ്ട്. ഓക്കെ, മെക്കാനിക്കലി നമ്മൾ ചെയ്യുമ്പോൾ ബാച്ച് ടൈപ്പും ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടൈപ്പും ചെയ്യാം. ഇവിടെ യൂസ് ചെയ്യുന്നുള്ള ടെമ്പറേച്ചർ 60 to 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞു, ഗ്രേഡിങ് കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ ഡ്രൈയിങ് ചെയ്യുന്നു. ഈ ഡ്രൈയിങ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഹസ്കിനെ ഒന്ന് ലൂസൺ ചെയ്യണം അല്ലേ. ലൂസൺ ചെയ്താൽ മാത്രമേ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂസനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അങ്ങനെ ലൂസനിങ് അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഹസ്ക് നമുക്ക് പോയിട്ട് കംപ്ലീറ്റ് നമ്മുടെ നമുക്ക് വേണ്ട പൾസസിനെ നമുക്ക് കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരുപാട് ലോസ് ഉണ്ടാവും. ആ ഹസ്കിൻ്റെ കൂടെ തന്നെ പൾസിൻ്റെ ഒരു അംശം കൂടി അതിനകത്ത് പോവാറുണ്ട്. അപ്പോൾ വെറ്റ് മെത്തേഡും ചെയ്യാം, അതുപോലെ തന്നെ ഡ്രൈ മെത്തേഡും ചെയ്യാം. സാധാരണ ഹാർഡായിട്ടുള്ള, അതായത് ഇപ്പം നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഹസ്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് പൾസസും വരാറുണ്ട്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന പൾസും ഉണ്ട്. ഹാർഡായിട്ട് എന്ന് പറയുമ്പോൾ ഉറാദ്, അതുപോലെ തന്നെ മൂങ് ദാലും ഉറാദ് ദാലൊക്കെ ഹാർഡാണ്. അതിൽ നിന്നുള്ള നമ്മുടെ ഈ ഡീഹസ്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ കടലയും ചന്ന, അതുപോലെ തന്നെ മസൂർ ദാൽ, അതുപോലെ തന്നെ ഫീൽഡ് പീ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഡിഫിക്കൽട്ടാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈസിയാണ്. ചന്നയും മസൂർ ദാലും അതുപോലെ തന്നെ ഫീൽഡ് പീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഗ്രീൻ പീസ് എന്ന് പറയില്ല, അത് തന്നെയാണ് ഫീൽഡ് പീ എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഗൂഗിളിൽ നോക്കുമ്പോൾ അതാണ് കണ്ടത്. അപ്പോൾ ഫീൽഡ് പീ അതൊക്കെയാണ് നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഡീഹസ്കിങ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പോൾ വെറ്റ് മെത്തേഡിൻ്റെ കേസിൽ ഇത് കൊമേഴ്ഷ്യൽ സ്കെയിലാണ്. അപ്പോൾ നമുക്ക് വെറ്റ് മെത്തേഡിലും ചെയ്യാം, അല്ലെങ്കിൽ ഡ്രൈ മെത്തേഡിലും ചെയ്യാം. വെറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ടറിനകത്ത് സോക്ക് ചെയ്യുന്നു. ഒരു 4 to 12 hours നമ്മളിവിടെ വാട്ടറിനകത്ത് സോക്ക് ചെയ്യുന്നു. ഈ വാട്ടറിനകത്ത് സോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എന്തുമായിട്ട് മിക്സ് ചെയ്യണം, റെഡ് എർത്ത് എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് നമ്മളിതിനെ മിക്സ് ചെയ്യും കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റിന് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് എർത്തുമായിട്ട് മിക്സ് ചെയ്യുന്നത്. അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 4 to 12 hours നമ്മളതിനെ ഇങ്ങനെ സീക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളതിനെ എന്ത് ചെയ്യും, സൺ ഡ്രൈ ചെയ്യും. അങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം നമ്മളതിനെ സൺ ഡ്രൈ ചെയ്യും. എന്നിട്ട് അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഒരു 10 to 12% മാത്രം നമ്മളതിനെ മോയ്സ്ചർ കണ്ടൻറ്റ് കളയും. അതിനുശേഷം നമ്മൾ ഡീഹസ്കിങ് ചെയ്യും. ഓക്കെ, അതാണ് ഇത് കൊമേഴ്ഷ്യൽ സ്കെയിലിൽ വെറ്റ് മെത്തേഡിൻ്റെ കേസിൽ പറയുന്നത്. ഇവിടെ ഈൽഡ് കൂടുതലായിരിക്കും. പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടിയ ഈ ദാലൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും. കുക്കിംഗ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഇനി ഡ്രൈ മെത്തേഡ് ആണെങ്കിൽ അവിടെ നമുക്ക് കുക്കിംഗ് ടൈം കുറക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ചില സമയത്ത് നമ്മൾ പറയാറില്ലേ, ഈ കടല പെട്ടെന്ന് വേവുന്നില്ല, അല്ലെങ്കിൽ ഈ കടല വേവാൻ ഒരുപാട് സമയം എടുക്കുന്നു എന്നൊക്കെ പറയുന്നില്ല. അത് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ ഉണ്ടാകുന്നുള്ള ആ ഒരു വ്യത്യാസത്തിലാണ്. വെറ്റ് മെത്തേഡ് ആണെങ്കിൽ ഈൽഡ് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ട് മാത്രമേ ആ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് പൾസ് കുക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ. ഓക്കെ, അതാണ് വെറ്റ് മെത്തേഡ്. ഇനി ഡ്രൈ മെത്തേഡിൻ്റെ കേസിൽ പറയുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ക് ഡ്രൈ ചെയ്യുമ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഹസ്ക് പൊടിഞ്ഞു പോകും അല്ലേ, ബ്രോക്കൺ ആയിട്ട് പൗഡറായിട്ട് മാറിപ്പോവും. ഓക്കെ, പിന്നെ ഓയിൽ സ്മിയറിങ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം, സൺ ഡ്രൈയിങ് വെച്ച് ചെയ്യാം, ഓയിൽ അപ്ലൈ ചെയ്തിട്ടൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ആണ് പിറ്റിംഗ് എന്ന് പറയും. പിറ്റിംഗ് എന്ന് പറയും. ഈ പിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഡ്രൈയിങ് മനസ്സിലായി. അപ്പോൾ ഡ്രൈ ചെയ്തതല്ല, ഹസ്കിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ പിറ്റിംഗ് എന്ന് പറയും. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലീൻ ചെയ്തിട്ടുള്ള ഗ്രേഡ് ചെയ്തിട്ടുള്ള പൾസസിനെ നമ്മളൊരു റോളറിലൂടെ പാസ് ചെയ്യും. നമ്മളിപ്പോൾ ഈ ഡ്രൈയിങ് അല്ലെങ്കിൽ വെറ്റ് മെത്തേഡ് എന്തിനാണ് ചെയ്തത്, ഹസ്കിനെ ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളൊരു റോളർ അല്ലെങ്കിൽ ഡീഹസ്കർ എന്ന് പറയും, അതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ലൂസായിരിക്കുന്ന നമ്മുടെ ഹസ്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വരും. ഓക്കെ, സീഡ് കോട്ടിന് ഒരു ബ്രേക്ക് ഉണ്ടാവും, അങ്ങനെ അത് സെപ്പറേറ്റ് ചെയ്ത് വരും. എന്നിട്ട് അത് നമ്മൾ പിന്നീട് അരിച്ചെടുക്കും. നമ്മുടെ പൾസസിനെ മാത്രം നമ്മൾ സീവ് ക്ലീനർ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഓക്കെ ആണ്. പിന്നെ ഓയിൽ വെച്ചിട്ട് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഓയിൽ സ്മിയറിങ് എന്ന് പറയും. ഓയിൽ സ്മിയറിങ് എന്ന് പറയും. അതായത് നമ്മൾ ഈ സീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളതിനെ ചിലപ്പോൾ ഓയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. ഈ പറഞ്ഞിരിക്കുന്ന ഗ്രെയിൻസ്, അതായത് സീവിൽ നിന്ന് ക്ലീൻ ചെയ്ത് കിട്ടിയാലോ, നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഓയിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. ഒരു 1% ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഗ്രൗണ്ട് നട്ട് ഓയിലാവാം, സോയാബീൻ ഓയിലാവാം, മസ്റ്റാർഡ് ഓയിലാവാം, ലിൻസീഡ് ഓയിലാവാം. അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ വെച്ചിട്ട് അതിനൊരു ഗ്ലോ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യും. അതിനെ നമ്മൾ ഓയിൽ സ്മിയറിങ് എന്ന് പറയും. ഓക്കെ, ഓയിൽ സ്മിയറിങ് എന്ന് പറയും. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേസിൽ വേണം നമ്മളതിനെ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെന്താണ്, അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കേസിൽ പറയാനുള്ളത്.
ഈ ഇതിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി ഡീഹസ്കേഴ്സിൻ്റെ കേസിൽ പറയുമ്പോൾ റോളർ ഡീഹസ്കേഴ്സിൽ എന്തുണ്ടാവും, കാർബറാണ്ടം വെച്ച് കോട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. റോളർ ഡീഹസ്കർ പറഞ്ഞില്ലേ, അതിനകത്ത് കാർബറാണ്ടം വെച്ചിട്ട് എന്താണ് കോട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ 2 ടൈപ്പ് എന്തുണ്ട് റോളേഴ്സ് ഉണ്ട്. ഒന്ന് സിലിണ്ട്രിക്കൽ, അടുത്തത് ടാപ്പേഡ്. ഓക്കെ, ടാപ്പേഡ് 2 ടൈപ്പ് റോളേഴ്സ് ഉണ്ട്, സിലിണ്ട്രിക്കൽ അതുപോലെ തന്നെ ടാപ്പേഡ് റോളേഴ്സ് എന്ന് പറയും. ഓക്കെ, പിന്നെ ചില സമയത്ത് നമ്മളെന്താണ് ഒരു 2 to 8 ടൈംസ് ഒക്കെ ഈ പറഞ്ഞിരിക്കുന്ന റോളറിലൂടെ പാസ് ചെയ്യും കേട്ടോ. അതായത് നമ്മൾ പറഞ്ഞില്ലേ ഈ റാദാൻ്റെ ഒക്കെ ഡിഫിക്കൽട്ടാന്ന് റിമൂവ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നതിന് ഒരു 2 to 8 ടൈംസ് ഒക്കെ നമ്മൾ അതിനകത്ത് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ അത് ഡിപ്പെൻസ് ആണ്, ഓരോ ഡാലിനും ഓരോ പോലെയാണ്. അപ്പോൾ ഇവിടെ റിക്കവറി എന്ന് പറയുന്നത് ഒരു 78 to 85% ഒക്കെയാണ് റിക്കവറി എന്ന് പറയുന്നത്. ആ സെറിയൽസിൻ്റെ റിക്കവറി എന്ന് പറയുന്നത് 78 to 85% ആണ്. അപ്പോൾ അത്രയും ക്ലിയർ ആണല്ലോ സ്പ്ലിറ്റിങ്. ഇനി അടുത്തത് സ്പ്ലിറ്റിങ്. നമ്മളങ്ങനെ ഡീഹസ്കിങ് ഒക്കെ ചെയ്തതിന് ശേഷം എന്താണ് പറഞ്ഞിരിക്കുന്ന കോട്ടിലിഡൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ. 2 ഡൈ കോട്ടിലിഡൻസ് അല്ലേ പൊതുവേ നമ്മുടെ ദാലിനൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ കോട്ടിലിഡൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആ മെത്തേഡിനെയാണ് നമ്മൾ സ്പ്ലിറ്റിങ് എന്ന് പറയുക. സ്പ്ലിറ്റിങ്. അപ്പോൾ ഇവിടെ ആ കോട്ടിലിഡൻ തമ്മിലുള്ള ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീഹസ്ക് ചെയ്തിരിക്കുന്ന നമ്മുടെ ഗ്രെയിനിലേക്ക് നമ്മൾ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്യും. ആ ഡീഹസ്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ എന്താ പറഞ്ഞാൽ ഗോട്ട എന്ന് പറഞ്ഞല്ലേ, അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്യും. അപ്പോൾ അത് തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വരും. ഓക്കെ, എന്നിട്ടൊരു 2 to 12 hours നമ്മളതിനെ വെക്കും. അതിന് ശേഷം നമ്മൾ സൺഡ്രൈസ് ചെയ്തിട്ടാണ് അതിനെ സ്പ്ലിറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചില സമയത്ത് മെഷീൻസ് യൂസ് ചെയ്യാറുണ്ട്. ഡിസ്ക് ഷെല്ലർ എന്ന് പറയുന്ന മെഷീൻ, ഇമ്പാക്റ്റ് മെഷീൻ, റോളർ മില്ല്, ഇതുപോലുള്ള മെഷീൻസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞിരുന്ന കോട്ടിലിഡൻസിനെ സെപ്പറേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറഞ്ഞു, 1 to 5% ഒക്കെ എന്ത് വരാറുണ്ട്, എംബ്രിയോ വരാറുണ്ട് അല്ലേ, എംബ്രിയോ വരാറുണ്ട്. അപ്പോൾ ആ എംബ്രിയോ ലോസ് ആണ് നമുക്ക് നടക്കുന്നത്. അത് രണ്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ എംബ്രിയോ ലോസ് നടക്കാറുണ്ട്. അപ്പോൾ അത്രയും ലോസ് നമുക്കുണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നതാണ് പോളിഷിങ്. നമുക്ക് ഈ പ്രൊഡക്റ്റിനെ നമുക്കറിയാം ഒരുപാട് പ്രൊഡക്ട്സ് നല്ല പോളിഷ് ചെയ്തിട്ടൊക്കെയാണ് കിട്ടുന്നത്. ഈ പോളിഷിങ് ചെയ്യുന്നതിനാണ് കൺസ്യൂമേഴ്സിന് നല്ലൊരു വാല്യൂ അഡീഷനൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്. നല്ല ഷൈൻ ചെയ്തിരിക്കുന്ന നല്ല നമ്മളിപ്പോൾ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണല്ലോ വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ ഗ്രെയിനെയും ഇവരെന്ത് ചെയ്യും, പോളിഷ് ചെയ്യും. അപ്പോൾ ഇത് പലതരത്തിൽ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഒന്ന് നമുക്കതിനെ ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നത്, റിമൂവൽ അല്ലെങ്കിൽ പവർ ഡസ്റ്റ് എന്ന് പറയും. റിമൂവൽ ഓഫ് പൗഡർ അല്ലെങ്കിൽ ഡസ്റ്റ് എന്ന് പറയും. അതെന്ന് വെച്ചാൽ എന്താണ്, സിലിണ്ട്രിക്കൽ റോളേഴ്സിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലെതർ സ്ട്രിപ്സിൽ റബ്ബർ മാറ്റ്സിലൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, അതിനകത്തുള്ള പൗഡറിനെയും ഡസ്റ്ററിനൊക്കെ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ ഒരു കളർ വരുമല്ലോ, അങ്ങനെ ഒന്ന് ചെയ്യാം. പിന്നെ വാട്ടർ പോളിഷ് ചെയ്യാറുണ്ട്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് പോളിഷ് ചെയ്യാറുണ്ട്. അതായത് സാധാരണയായിട്ട് ചനക്കും മസൂർ ദാലിനും ഉറാദ് ദാലിനൊക്കെയാണ് ഈ വാട്ടർ വെച്ചിട്ടുള്ള പോളിഷിങ് ചെയ്യാറുള്ളത്. പിന്നെ ബഫ് പോളിഷ് എന്ന് പറയും. ബഫ് പോളിഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറും ഓയിലും വെച്ചിട്ടുള്ള പോളിഷിംഗ് ആണ്. ഓക്കെ, BUFF ബഫ് പോളിഷ്, വാട്ടറും ഓയിലും വെച്ചിട്ട്. പിന്നെ നൈലോൺ വെച്ചിട്ട് പോളിഷ് ചെയ്യാറുണ്ട്. ഇത് കോമൺലി സൗത്ത് ഇന്ത്യയിലൊക്കെയാണ് ചെയ്യുന്നത്, നൈലോൺ വെച്ചിട്ടുള്ള പോളിഷ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ സോപ്പ് സ്റ്റോൺ പൗഡർ അല്ലെങ്കിൽ സെൽക്കാരി പൗഡർ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്യുന്നുള്ളത്. ഓക്കെ, വാട്ടറിൻ്റെ കൂടെ നമ്മളിത് അപ്ലൈ ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന സോപ്പ് സ്റ്റോൺ പൗഡറൊക്കെ. അപ്പോൾ നമ്മുടെ എന്താണ് പോളിഷിങ് എഫക്റ്റ് വരും ഈ പൾസസിന്. അപ്പോൾ അത് ചെയ്യുന്നുള്ളത് കോമൺലി സൗത്ത് ഇന്ത്യയിലാണ്. പിന്നെ തന്നെയാണ് ടെലിയ ദാൽ എന്ന് പറയും. അതായത് കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യും. കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്, നമ്മുടെ ദാലിന് ഒരു നല്ലൊരു ഗ്ലോയി അപ്പിയറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തെലിയ ദാൽ അപ്ലൈ ചെയ്യും. ഇവിടെ സ്റ്റോറേജ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറവാണ് തെലിയ ദാലിന്. ഗുജറാത്തിലാണ് അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സ്പ്ലിറ്റിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം പോളിഷൊക്കെ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ പൾസസ് വാങ്ങിച്ചിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ എന്താണ് ദാലിൻ്റെ ഫോമിലൊക്കെയാണ് അധികം വാങ്ങിക്കാറുള്ളത് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പൾസസിനെ എന്തായാലും പ്രോസസ്സ് ചെയ്യാണ്ട് നമ്മുടെ കയ്യിലേക്ക് എത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഒന്നുകിൽ നമുക്ക് സോക്ക് ചെയ്യണം അല്ലേ. നമ്മൾ സാപ്പോണിൻസ് എന്നൊക്കെ പറയുന്നത് ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സോക്ക് ചെയ്തിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ മുളപ്പിച്ച പയറൊക്കെ കഴിക്കാറില്ലേ, അതുപോലെ സ്പ്രൗട്ടിങ് ചെയ്യാം, അല്ലെങ്കിൽ കുക്ക് ചെയ്തിട്ട് കഴിക്കാം. ഡയറക്റ്റായിട്ട് കഴിക്കുന്നതിനേക്കാളും കുക്ക് ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഫെർമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്താ പറഞ്ഞത്, സോക്കിംഗ് എന്ന് പറഞ്ഞല്ലേ. സോക്കിംഗ് എന്ന് പറയുമ്പോൾ
നമ്മൾ ഈ പൾസസിന് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്താണ് സോക്ക് ചെയ്യാറുണ്ട്. ഇങ്ങനെ സോക്ക് ചെയ്താൽ ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതിനകത്തു നിന്നുള്ള എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ച് എന്താണ് ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട്സ് ആണ് ഇതെന്ന് പറയുന്നത്. പിന്നെ ഫൈറ്റിക് ആസിഡും ഈ പൾസസിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഒന്ന് സാപ്പോണിൻസ്, പിന്നെ ഒന്ന് ഫൈറ്റിക് ആസിഡ്. ഇവരൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൾസസിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫെർമെൻറ്റേഷൻ. കുക്കിങ്ങിന് എന്താണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഫെർമെൻറ്റേഷൻ ചെയ്യാറുണ്ട്. ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഇഡ്ഡലി ദോശക്കൊക്കെ വേണ്ടി ചെയ്യാറില്ലേ, അത് തന്നെയാണ് ഫെർമെൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാവ് അരച്ചിട്ട് നമ്മളതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കും. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ അതിനകത്തുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സിൻ്റെയൊക്കെ അവൈലബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ന്യൂട്രിറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഫെർമെൻറ്റേഷൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ ജെർമിനേഷൻ, മുളപ്പിച്ച സീഡൊക്കെ കഴിക്കാറുണ്ട്, സ്പ്രൗട്ടിങ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സ്പ്രൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡിനകത്തുള്ള സ്റ്റാർച്ചിൻ്റെയും പ്രോട്ടീൻ്റെയും എന്താണ് പാർഷ്യലായിട്ടുള്ള ബ്രേക്ക് ഡൗൺ നടക്കും, പാർഷ്യലായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ബെറ്റർ ഡൈജസ്റ്റബിലിറ്റിക്ക് വേണ്ടി നമ്മൾ ജെർമിനേഷൻ ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവറും ഇൻക്രീസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ. മെയിനായിട്ട് സ്റ്റാർച്ചിൻ്റെയും പ്രോട്ടീൻ്റെയും പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് അവിടെ നടക്കുന്നത്. പിന്നെ പഫിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൾസസ് നമ്മൾ എന്തിനാണ് ട്രഡീഷണലി നമ്മുടെ സ്നാക്സൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ എന്താണ് ഇങ്ങനെ നമ്മൾ പഫിങ് ചെയ്യുന്നതിലൂടെ ഈ ദാലൊക്കെ കുറച്ച് സോഫ്റ്റായിട്ട് വരും. ഓക്കെ, സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കത് കൺസ്യൂം ചെയ്യാം ഈസി ആയിട്ട്, എന്താണ് ടേസ്റ്റോടുകൂടി നമുക്കത് കഴിക്കാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പൾസസിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ബേസൻ എന്ന് പറയുന്നത്, അതായത് കടലപ്പൊടി അല്ലേ. നമ്മുടെ ചനാ ദാലിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ ബേസൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് സൈസ് ആദ്യം നമ്മളതിനെ റിഡ്യൂസ് ചെയ്യും, നമ്മുടെ കടലേൻ്റെ സൈസ് റിഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിനെ സീവ് ചെയ്തെടുക്കും, പൊടിച്ചിട്ട് സൈസ് റിഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പൗഡറാക്കി മാറ്റും. എന്നിട്ട് അരിച്ചെടുത്തിട്ട് പാക്ക് ചെയ്യും. ഓക്കെ, പാക്ക് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ബേസൻ പൗഡർ എന്ന് പറയാം. പിന്നെ പപ്പട അടുത്തൊരു പ്രൊഡക്റ്റാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് എന്താണ് ഫ്ലോർസ്, നമ്മുടെ പൾസസിൻ്റെ ഫ്ലോർ, അതായത് ഇപ്പോൾ നമ്മുടെ ഉറാദ് ദാൽ, മൂങ് ദാൽ, ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ വഴിയാണ് നമ്മൾ എന്തുണ്ടാക്കുന്നുള്ളത്, പപ്പടൻ്റെ ഫ്ലോർ ഉണ്ടാക്കുന്നുള്ളത്. ചില സമയത്ത് ഗ്രാം പൾസും ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ചില സമയത്ത് ചില സ്പൈസസ്, അതായത് നമ്മുടെ ജീര, അതുപോലെ തന്നെ പെപ്പർ, സാൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് നീഡ് ചെയ്തിട്ട്, അതായത് കുഴച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ പപ്പടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പപ്പടും അതുപോലെ തന്നെ ബേസിനും എന്താണ് പൾസസിൻ്റെ പ്രൊഡക്റ്റായിട്ട് വരും. ഓക്കെ ആണല്ലോ. ഇത്രയാണ് പൾസസ്. ഓക്കെ, അടുത്തതായിട്ട് ഒരു പ്രിസർവേഷൻ ടെക്നിക്കാണ് കേട്ടോ, അസെപ്റ്റിക് പ്രിസർവേഷനാണ്. ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ അല്ലേ. അസെപ്സിസ് എന്ന് പറയുന്നുള്ള ടേം അറിയാമല്ലോ. മൈക്രോബിയൽ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ള ഒരു ടെക്നിക്കാണ് അസെപ്റ്റിക് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. എന്താണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഫുഡിൻ്റെ പ്രൊഡക്ഷൻ്റെ ടൈമിൽ, അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ടൈമിൽ, അതുപോലെ തന്നെ പാക്കേജിങ്, അങ്ങനെ ഓരോ സ്റ്റേജിലും ഈ പറഞ്ഞിരിക്കുന്ന കണ്ടാമിനേഷൻ ഇല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ള ഒരു ടെക്നിക്കാണ് അസെപ്റ്റിക് പ്രിസർവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പ്രൊഡക്ഷൻ്റെ ടൈമിലും പ്രോസസ്സിങ്ങിൻ്റെ ടൈമിലും അതുപോലെ തന്നെ പാക്കേജിൻ്റെ ടൈമിലൊക്കെ നമ്മളിതിങ്ങനെ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഇല്ലാണ്ട് സൂക്ഷിച്ച് എന്ത് സംഭവിക്കും, നമുക്ക് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാം അല്ലേ. റെഫ്രിജറേഷനൊന്നും ഇല്ലാണ്ട്, ഇപ്പോൾ അതിനകത്ത് ഒരു മൈക്രോ ഓർഗാനിസം ഇല്ല എന്നല്ല അർത്ഥം. അങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസം ഇല്ലാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റെഫ്രിജറേഷൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ നമ്മുടെ കെമിക്കൽ പ്രിസർവേറ്റീവ്സിൻ്റെ ആവശ്യമോ അവിടെ വരുന്നില്ല. അല്ലാണ്ട് തന്നെ നമുക്കിവിടെ ഇത് എന്താണ് ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാം. എന്താണ് നമുക്ക് ഫുഡിൻ്റെ സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫുഡ് മാത്രമല്ല ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സിലൊക്കെ നമ്മളിത് ഈ പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി പ്രിൻസിപ്പിൾസ് പറയുമ്പോൾ ഒന്ന് നമുക്ക് സ്റ്റെറിലിറ്റി പറയാം അല്ലേ. സ്റ്റെറിലിറ്റി പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന അസെപ്റ്റിക് പ്രിസർവേഷനിലൂടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അതായത് എക്യുപ്മെൻറ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് പാക്ക് ചെയ്യുമ്പോഴൊക്കെ സ്റ്റെറൈലായിരിക്കണം. സ്റ്റെറൈൽ എന്ന് വെച്ചാൽ മൈക്രോ ഓർഗാനിസംസോ ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം, അതായത് ബാക്ടീരിയയോ ഈസ്റ്റോ ഫംഗസോ വൈറസോ മോൾഡോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട്, കണ്ടാമിനേഷൻ ഇല്ലാണ്ട് സ്റ്റെറിലിറ്റി, അതാണ് നമ്മൾ സ്റ്റെറിലിറ്റി കൊണ്ട് പറയുന്നത്. ഇനി എന്താണ് കണ്ടാമിനേഷൻ വരാണ്ട് അല്ലേ. ഒന്നെന്ന് പറയുന്നത് ഫ്രീ ഫ്രം മൈക്രോ ഓർഗാനിസംസ്, പിന്നെ ഒന്ന് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ. എന്താണ് ഇവിടെ നമുക്ക് ഈ അസെപ്റ്റിക് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് കണ്ടാമിനേഷനെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓരോ സ്റ്റേജിലും പ്രൊഡക്ഷൻ, അതായത് നമ്മുടെ റോ മെറ്റീരിയൽ തൊട്ട് നമ്മുടെ എൻഡ് പ്രൊഡക്റ്റ് വരെ നമുക്കവിടെ ഓരോ സ്റ്റേജിലും കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ടെമ്പറേച്ചറിൻ്റെ കൺട്രോൾ അവിടെ വരുന്നുണ്ട്. അതായത്
ആ ഒരു കറക്റ്റ് ടെമ്പറേച്ചറാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് കില്ല് ചെയ്യാനും അതുപോലെ തന്നെ ഡീആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതാകുമ്പോൾ അവരെ കില്ല് ചെയ്താൽ അവർ പലതരത്തിലുള്ള അസുഖങ്ങൾ കോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫുഡിൻ്റെ സ്പോയിലേജ് കോസ് ചെയ്യുന്നത് നമുക്കവിടെ പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ക്ലോസ്ഡ് സിസ്റ്റമാണ് ഈ അസെപ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റമാണ്. അതായത് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എയർ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ കണ്ടാമിനൻസോ ആയിട്ടോ ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ പ്രോസസ്സിങ്ങും പാക്കേജിങ്ങും ചെയ്യുന്നുള്ളത്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അസെപ്റ്റിക് പ്രിസർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഇതൊരു ടെക്നിക്കാണ് ഫുഡ് പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഒന്ന് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതിനകത്ത് നമ്മൾ എന്താണ് പഠിച്ചിട്ടുണ്ട്, പാസ്ചറൈസേഷൻ എന്നൊക്കെ അല്ലേ. അപ്പോൾ ഒന്നാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. അതിനകത്ത് എന്ത് വരുന്നുണ്ട്, HTST എന്ന് വീണ്ടും പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല. HTST വരും, അതുപോലെ തന്നെ UHT വരും, പിന്നെ അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ HTSTയും UHT നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഈ UHT ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് വരെ എന്താണ് റെഫ്രിജറേറ്റിംഗ് കണ്ടീഷനിലല്ലാണ്ട് നമുക്കതിനെ കീപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ എബവ് 100 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എബവ് 100 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ടെമ്പറേച്ചറിൽ നമ്മൾ ഫുഡ് പ്രൊഡക്ട്സിനെ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ, അതായത് കംപ്ലീറ്റ് സ്റ്റെറിലൈസേഷൻ നമുക്കവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് കോമൺ ആയിട്ട് കാൻഡ് ഫുഡ്സിലും ബിവറേജസിലൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റെറിലൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാണ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത് നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഫിൽട്രേഷൻ എന്ന് പറയാം. എന്താണ് നമ്മുടെ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് അറിയാമല്ലോ. ഫിൽറ്റർ ചെയ്ത് മാറ്റുകയല്ല, നമുക്ക് പറ്റാവുന്നത്രയും ചെറിയ പോർ സൈസിലുള്ള ഫിൽറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെയും മൈക്രോ ഓർഗാനിസത്തിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആണ് ഫിൽട്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫിൽട്രേഷൻ തന്നെ ഒന്ന് മൈക്രോ ഫിൽട്രേഷൻ വരുന്നുണ്ട്. മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫിൽറ്റേഴ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 to 10 മൈക്രോൺസ് ആയിരിക്കും. എന്താണ് 0.1 to 10 മൈക്രോൺസ് ആയിരിക്കും മൈക്രോ ഫിൽട്രേഷൻ. ഇനി രണ്ടാമത്തെ ഒന്നാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നാനോമീറ്റർ ആയിരിക്കും. 1 to 100 നാനോമീറ്റേഴ്സ് ആണ് പോറിൻ്റെ സൈസ്. അപ്പോൾ 0.1 to 10 മൈക്രോൺസ് ആണെങ്കിൽ മൈക്രോ ഫിൽട്രേഷൻ. ഇനി അതല്ല ഫിൽറ്റേഴ്സ് അതിലും ചെറിയ പോർസ്, അതായത് 1 to 100 നാനോമീറ്റേഴ്സ് ഉള്ള ഫിൽറ്റേഴ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് നമുക്ക് പറയാം. ഈ അൾട്രാ ഫിൽട്രേഷനിൽ നമുക്ക് വൈറസസിനെയും അതുപോലെ തന്നെ സ്മോളർ പാർട്ടിക്കിൾസിനെയൊക്കെ നമുക്ക് ഇവിടുന്ന് അൾട്രാ ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു, ഫിൽട്രേഷൻ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഹീറ്റിനെ പോലെ തന്നെ നമുക്ക് കോൾഡ് സ്റ്റെറിലൈസേഷൻ കൂടിയുണ്ട്. അതായത് നോൺ തെർമൽ ആയിട്ടുള്ള എല്ലാ മെത്തേഡിനെയും നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് നമുക്ക് പറയാം കേട്ടോ. അതായത് ചില്ലിങ് മാത്രമല്ല, ഇപ്പോൾ റേഡിയേഷൻ വരെ നമ്മൾ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്നല്ല അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവിടെ നോൺ തെർമലാണ്. അപ്പോൾ UV റേഡിയേഷൻ നമുക്ക് യൂസ് ചെയ്യാം. കോൾഡ് തെർമലൈസേഷൻ എന്ന് പറയുമ്പോൾ ചില്ലിങ് അല്ല നമ്മുടെ മനസ്സിൽ വരേണ്ടത്, ഒന്ന് UV റേഡിയേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അതായത് UV ലൈറ്റ് എക്സ്പോസ് ചെയ്തിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ആ മൈക്രോബ്സിൻ്റെ ഒക്കെ മ്യൂട്ടേഷൻ കോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ് മ്യൂട്ടേഷൻ കോസ് ചെയ്താൽ അവർക്ക് റീപ്രൊഡക്ഷൻ നടക്കില്ല, അല്ലെങ്കിൽ അതിനെ റീപ്രൊഡക്ഷൻ അത് ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ കേസിൽ അതുപോലെ തന്നെ ഫുഡ്സിൻ്റെ ഒക്കെ സർഫസ് സ്റ്റെറിലൈസേഷനിലൊക്കെയാണ് കോമൺ ആയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുള്ളത്, UV റേഡിയേഷൻ. അതുപോലെ തന്നെ ഫുഡ് പാക്കേജിങ്ങിൽ നമ്മൾ UV റേഡിയേഷൻ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത് വരുന്നതാണ് ഗാമ റേഡിയേഷൻ. ഓക്കെ, UV റേഡിയേഷൻ മനസ്സിലായല്ലോ. നെക്സ്റ്റ് ഗാമ റേഡിയേഷൻ. ഈ ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗാമ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അയണൈസിങ് റേഡിയേഷൻ ആണ്. ഗാമ റേസ് എന്ന് പറയുമ്പോൾ ഒരു അയണൈസിങ് റേഡിയേഷൻ ആണ്. ഇതും നമ്മുടെ ബാക്ടീരിയനെയും ഫംഗസിനെയും അതുപോലെ തന്നെ അതർ പാത്തജൻസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. ഫാർമസ്യൂട്ടിക്കൽസിലും ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ മീറ്റ്, ചില സമയത്ത് മീറ്റ് കേട്ടോ, അല്ലാണ്ട് കോമൺ ആയിട്ട് ഹെർബും സ്പൈസും ആണ് നമ്മൾ ബീറ്റ റേഡിയേഷനിലൂടെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ എന്താണ് മൈക്രോബ്സിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഇലക്ട്രോൺ ബീം റേഡിയേഷൻ കൂടിയുണ്ട്. എന്തുണ്ട്, ഇലക്ട്രോൺ ബീം റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഹൈ എനർജി ഇലക്ട്രോൺ ബീംസ് ആണ് മൈക്രോ ഓർഗാനിസംസിനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതും എന്താണ് ഗാമ റേഡിയേഷനേക്കാളൊക്കെ ഒരുപാട് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ ഒരു റേഡിയോ ആക്ടിവിറ്റി റെസിഡ്യുവലും അവിടെ ബാക്കി നിർത്തുന്നില്ല. അപ്പോൾ ഗാമ റേഡിയേഷൻ്റെ ഒക്കെ ചില സമയത്ത് നമുക്കത് റേഡിയോ ആക്ടിവിറ്റി റെസിഡ്യുവൽസ് അവിടെ ബാക്കി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇലക്ട്രോൺ ബീംസ് ആകുമ്പോൾ അതിൻ്റെ ടെൻഷൻ കൂടി നമുക്കില്ല. ഓക്കെയാണ്. ഇനി അടുത്താണ് കെമിക്കൽ പ്രിസർവേഷൻ. സാധാരണ നമ്മൾ കോമൺ ആയിട്ട് അസെപ്റ്റിക് പ്രിസർവേഷൻ്റെ കേസിൽ കെമിക്കൽ പ്രിസർവേഷൻ യൂസ് ചെയ്യാറില്ല. പക്ഷേ ലിമിറ്റഡ് ആയിട്ട് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അതായത് ചില കേസിൽ, അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ഒക്കെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ അസെപ്റ്റിക് പ്രിസർവേഷൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചില സമയത്ത് മൈക്രോബിയലിൻ്റെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻറ്റി മൈക്രോബിയൽ
ഏജൻസ് യൂസ് ചെയ്യാറുണ്ട്, ചില സമയത്ത് മാത്രം. പിന്നെ സ്റ്റെറൈൽ പാക്കേജിങ്ങും സ്റ്റീലിങ്ങും നോക്കാറുണ്ട്. പാക്കേജിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്തായാലും അതിനെ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. അത് പാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രമേ അതിനെ പാക്ക് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അസെപ്റ്റിക് ആയിട്ട് ഈ പാക്ക് ചെയ്യുന്നുള്ള മെറ്റീരിയൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തു, ഇനി ഫില്ല് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അതിനെ സീൽ ചെയ്യുന്ന സമയത്തും നമ്മളതിനെന്താണ് സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. പ്രൊഡക്ട്സ് ആർ ഫിൽഡ് ഇൻ ടു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നേഴ്സ് ഇൻ എ സ്റ്റെറൈൽ എൻവയോൺമെൻറ്റ്. സ്റ്റെറൈൽ എൻവയോൺമെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെറൈൽ കണ്ടെയ്നേഴ്സിലേക്ക് ഇതിനെ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയും നമുക്ക് അസെപ്റ്റിക് ഒരു കണ്ടീഷൻ അവിടെ കൺഫേം ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. എന്നാൽ മാത്രമേ അസെപ്റ്റിക് പ്രിസർവേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമ്മളെല്ലാത്തിലും പറയുമ്പോൾ തന്നെ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ന്യൂട്രിയൻസിലൊന്നും ഒരു വ്യത്യാസവും വരുന്നില്ല. പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഒന്ന് കോസ്റ്റ്, ഇനീഷ്യൽ കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ എല്ലാ പ്രൊഡക്ട്സിനെയും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സർട്ടൈൻ പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അസെപ്റ്റിക് പ്രിസർവേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.